ഞാൻ ഇങ്ങനെ ഒരു ലോങ് വീഡിയോ എടുത്തിട്ട് കുറെ നാളായി. പണ്ട് ഞാൻ ചെയ്യായിരുന്നു, പിന്നെ ഇപ്പൊ എനിക്ക് അതിനുള്ള ടൈം കിട്ടാറില്ല. ഇതെന്താ ഇങ്ങനെ തിളങ്ങണേ? ഇതിന്റെ ടൈം കിട്ടാറില്ല. അപ്പൊ ഞാൻ ഇതിപ്പോ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ മെയിൻലി സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ കാരണം ഞാൻ എൻ്റെ അപ്പാർട്ട്മെന്റിൽ ഒറ്റയ്ക്കാണ്, വേറെ ആരുമില്ല, വേറെ ഒന്നും ചെയ്യാനും ഇല്ല. അപ്പൊ പിന്നെ വിചാരിച്ചു, എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ഇതിങ്ങനെ ഭയങ്കര ആഗ്രഹമായിരുന്നു, യൂട്യൂബ് വീഡിയോ ഒക്കെ എടുത്ത് ഒരു കരിയർ അതിൽ സെറ്റ് ചെയ്യാൻ നോക്കുന്നത്. എല്ലാം കരിയർ തന്നെയാണല്ലേ, യൂട്യൂബ് ആയാലും ഇൻസ്റ്റഗ്രാം ആയാലും വർക്ക് ചെയ്യുന്നതായാലും എല്ലാം ഒരു കരിയറിന്റെ ഒരു പെർസ്പെക്റ്റീവില് ചെയ്യണ കാര്യങ്ങളാണ്. അപ്പൊ ഇതും ഞാൻ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. അപ്പൊ ഇന്ന് മെയിൻലി ഇപ്പൊ ഞാൻ നിക്കണത്, ഇപ്പൊ എന്റെ പേര് സാൻഡ്ര, ഞാനിവിടെ നിക്കണത് ജർമ്മനിയിലാണ്. എന്താ സാർ വിശേഷം? സ്റ്റുഡന്റ് ആയിട്ട് വന്നതാണ്. പിന്നെ ഞാനിപ്പോ വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്യുന്നത് IT സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ്, IT ആപ്ലിക്കേഷൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യണത്. നാട്ടുകാരുടെ മുന്നിൽ നമ്മുടെ തറവാടിന്റെ മാനം തിരിച്ചു പിടിക്കണം. പുതിയ അപ്പാർട്ട്മെന്റിലേക്ക് മാറി. ഇപ്പൊ നിങ്ങൾക്ക് കണ്ടറിയാം, അപ്പാർട്ട്മെന്റ് ഒക്കെ ആകെ കോളാണ്. അപ്പൊ ഇതെല്ലാം ഒതുക്കണതും, പിന്നെ ഇവിടെ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്. അതായത് നമ്മള് ഇപ്പൊ ഞാനൊരു ജർമ്മൻ ലേഡിയുടെ വീടിന്റെ മുകളിലാണ് താമസിക്കുന്നത്. അപ്പൊ അവർക്ക് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് മാനേജ്മെന്റ് നേരത്തെ താമസിച്ചിരുന്ന സ്ഥലത്തൊക്കെ റെസ്റ്റ് മുകളിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഇടായിരുന്നു. റെസ്റ്റ് മുകളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഉപയോഗിച്ച സാധനങ്ങളൊക്കെ ഇടാൻ പറ്റുന്ന ഒരു വേസ്റ്റ് ബിന്നാണ്. അപ്പൊ അവിടെ എല്ലാം ഇടായിരുന്നു. പക്ഷെ ഇവിടെ കുറച്ചും കൂടി ക്രൈറ്റീരിയാസ് ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. പ്ലാസ്റ്റിക്കും പേപ്പറും മറ്റേതൊക്കെ നമ്മൾ സഗ്രിഗേറ്റ് ചെയ്തേക്കണം. അപ്പൊ ജർമ്മനിയിലുള്ളവർക്ക് ഇത് വലിയൊരു കണ്ടന്റ് ആയി തോന്നില്ല. പക്ഷെ ജർമ്മനിക്ക് വരാനിരിക്കുന്നവർക്കും ജർമ്മനി എന്ന് പറഞ്ഞ രാജ്യസ്വപ്നം കാണാവർക്കൊക്കെ ഇത് ഇങ്ങനത്തെ ഒക്കെ ഒരു ബേർഡനുകൾ ഉണ്ട്. അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, എല്ലാം സെറ്റായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം ഇരുന്ന് വേസ്റ്റ് സഗ്രിഗേറ്റ് ചെയ്യാം. ഇത് വലിയ ബേർഡനാന്ന് പറഞ്ഞത് ഒക്കെ ശരിയാണ്, നമുക്കത് ബേർഡനാണ്. വേണ്ട, ഇത് മൊത്തം വേസ്റ്റ് ആണ് ടൈപ്പ്. ഇതിന്റെ പേപ്പറും റെസ്റ്റ് മുള്ളും പ്ലാസ്റ്റിക്കും ഒക്കെ മാറ്റി വെക്കണം. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ജർമ്മൻസ് ഭയങ്കര റെസ്പെക്ട് ചെയ്ത് അങ്ങനെ പറഞ്ഞത് എൻ്റെ ഒരു മടിക്കൊണ്ട് പറഞ്ഞതാണ്. പക്ഷെ ഏകദേശം ഇതെല്ലാവരും ചെയ്തിരിക്കണം, നല്ല കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഞാനപ്പോ ഇത് സഗ്രിഗേറ്റ് ചെയ്യാൻ പോവാണ്. ഇത് കുറച്ചധികം സമയം എടുക്കും. ഇവിടെ അപ്പാർട്ട്മെന്റിൽ ആരുമില്ല, ഞാൻ എന്ത് ചെയ്യും? വേസ്റ്റ് സഗ്രിഗേറ്റ് ചെയ്ത് വെക്കുക, കുക്ക് ചെയ്യുക, തിന്നുക, കുറച്ചു നേരം ജോലി എടുക്കാൻ, നടക്കാൻ പോവാം. പിന്നെ ആണെങ്കിൽ മൊത്തം ജർമ്മൻസും ജർമ്മൻ ഭാഷയാണ് ഞാൻ കുറെ അധികം പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അവരോട് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് 3 കൊല്ലമായിട്ട് എനിക്ക് വന്നിട്ട്. പേപ്പറിൽ ഇടാൻ പറ്റില്ല. ഇടാൻ പറ്റുമോ എനിക്കറിയില്ല കേട്ടാ. ഞാനിതിപ്പോ റെസ്റ്റ് മുള്ളുണ്ട്. പല കാര്യങ്ങളൊന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോ ഇത് പൊളിച്ച് കാർബൺ ബോർഡ് അപ്പുറത്തും മറ്റേത് റെസ്റ്റ് മുള്ളിലൊക്കെ ഇടണം എന്നൊക്കെ കുറെ പേരൊക്കെ വീഡിയോസിൽ പറയണ കേട്ടിട്ടുണ്ട്. എനിക്ക് സത്യാവസ്ഥ എന്താണെന്നറിയില്ല. ഞാനിത് മൊത്തത്തിൽ റെസ്റ്റ് മുള്ളിലേക്ക് തള്ളാറ പതിവാണ്. ഇതിപ്പോ കാർബൺ പേപ്പറും ഇത് മറ്റേ യൂസ്ഡ് പ്ലാസ്റ്റിക്കായി മാറിയില്ല. അപ്പൊ ഞാനത് അങ്ങനെ ഡിവൈഡ് ചെയ്യണമെന്നാ പറയാം. ഓഫാക്കി വെക്കാൻ വെക്കുന്നത് ഇതിന്റെ സ്റ്റോറേജ് തീരും.